ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബുവിൻ പനക്കൽ. നമ്മൾ ഇന്ന് കേരള സിലബസ് +2 ഹിന്ദി ചാപ്റ്റർ നമ്പർ 1 മാതൃഭൂമി, ആ ചാപ്റ്റർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ക്ലാസിന്റെ പ്രത്യേകത പറയാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. കയ്യിൽ ഇതുപോലൊരു പെൻസിൽ കരുതുക. അറിയാൻ വയ്യാത്ത ഏതെങ്കിലും ഒരു വേർഡ് ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മുകളിൽ എഴുതിയെടുക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അധ്യാപകന്റെ മുന്നിൽ ഇരുന്ന് പഠിക്കുന്ന അതേ ഫീല് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 1885 ഉത്തർപ്രദേശിലെ ചിർഗാവ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ശ്രീ മൈഥിലി ശരൺ ഗുപ്തജി. അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രകവി എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ രാഷ്ട്രകവി മാനെ ജാനെ വാലെ ശ്രീ മൈഥിലി ശരൺ ഗുപ്തജി की പ്രസിദ്ധ കവിത है മാതൃഭൂമി. നമുക്ക് മാതൃഭൂമിയിലേക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുഴുവൻ മാർക്കും കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുക, പെൻസിൽ കയ്യിലെടുക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. നീലാംബര പരിധാൻ ഹരിത തടുപ്പർ സുന്ദർ ഹേ, സൂര്യചന്ദ്ര യുഗ മുകുട് മേഖല രത്നാകർ ഹേ, നദിയാം പ്രേമ പ്രവാഹ ഫൂല് താരേ മണ്ഡൻ ഹേ, ബന്ദീജന ഖഗവൃന്ദ ശേഷഫണ സിംഹാസൻ ഹേ, करते अभिषेक पयोद है, बिहारी इस वेश की, हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की. मातृभूमि के बारे में श्री मैथिली शरण गुप्त जी व्यक्त करता है कि नीलांबर परिधान हरित तड़ पर सुंदर है. അല്ലയോ മാതൃഭൂമി, നിന്റെ ഈ പച്ചപിടിച്ച ഭൂമിയില്, പച്ചപിടിച്ച പ്രതലത്തിന്റെ മുകൾ ഭാഗത്ത് നീലാകാശത്തിന്റെ ഒരു ആവരണവുമുണ്ട്. അപ്പൊ നീലാകാശത്തിന്റെ ആവരണത്തോടുകൂടി നിന്നെ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു. സൂര്യചന്ദ്ര യുഗ മുകുട്, സൂര്യനും ചന്ദ്രനും യുഗങ്ങളായിട്ട് നിന്റെ കിരീടമായിട്ട് വർത്തിക്കുന്നു. മേഖല രത്നാകർ, മേഖല രത്നാകർ, സമുദ്രം നിനക്ക് അരഞ്ഞാണമായി ശോഭിക്കുന്നു. നദിയാം പ്രേമ പ്രവാഹ് ഫൂൽ താരേ മണ്ഡൻ ഹേ, മണ്ഡൻ മാനെ ഡെക്കറേഷൻ, മാനെ അലങ്കാരം. നദിയാം പ്രേമപ്രവാഹ്, സ്നേഹപ്രവാഹങ്ങൾ, ഫൂൽ പുഷ്പങ്ങൾ, താരേ നക്ഷത്രങ്ങൾ. അപ്പോൾ നദികൾ, പുഷ്പങ്ങളും ആകാശത്തിലെ അസംഖ്യം നക്ഷത്രങ്ങളും, അല്ലയോ ഭൂമിദേവി അങ്ങയ്ക്ക് അലങ്കാരമാണ്. ബന്ദീജന ഖഗവൃന്ദ ശേഷഫണ് സിംഹാസൻ ഹേ, ബന്ദീജന സ്തുതിപാഠകർ, ഖഗവൃന്ദ പക്ഷികളുടെ കൂട്ടം, ശേഷഫണ് ശേഷനാഗം, സിംഹാസനം, സിംഹാസൻ മാനെ സിംഹാസനം. ബന്ദീജന ഖഗവൃന്ദ, ഖഗവൃന്ദ തുമാരെ ബന്ദീജൻ ഹേ, പക്ഷികളുടെ കൂട്ടം നിന്റെ സ്തുതിപാഠകന്മാരായിട്ടും, ശേഷഫണ് സിംഹാസൻ ഹേ, ശേഷനാഗം നിനക്ക് സിംഹാസനവുമായും വർത്തിക്കുന്നു. കർത്തേ അഭിഷേക പയോദ് ഹേ, പയോദ് മാനെ മേഘങ്ങൾ, കർത്തേ അഭിഷേക പയോദ് ഹേ, മേഘങ്ങൾ നിന്നിൽ എപ്പോഴും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ബലിഹാരി ഇസ് വേഷക്കി, നിന്റെ മനോഹരമായ ഈ വേഷത്തിൽ ഞങ്ങൾ എപ്പോഴും ആകൃഷ്ടരായി തീരുന്നു. ഹേ മാതൃഭൂമി തു സത്യ ഹേ, സഗുണമൂർത്തി സർവേഷക്കി, അല്ലയോ മാതൃഭൂമി അവിടുന്ന് സത്യമായും ഈശ്വരന്റെ സഗുണരൂപം തന്നെയാണ് എന്നാണ് കവി ആ വരികളിൽ
പറയുന്നത്. ജിസ്കെ രജ്മേം ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ കുടനോ കെ ബൽ സറക് സറക് കർ ഖടേ ഹുയേ ഹേ परमहंस सम बाल्यकाल में सब सुख पाए जिसके कारण धूल भरे हीरे कहलाए हम खेले कूदे हर्षयुद्ध जिसकी प्यारी गोदी में हे मातृभूमि तुझको निरख मग्न क्यों न हो मोद में। प्रस्तुत पंक्तियों के द्वारा कवि इस मातृभूमि में कैसे जन्म हुआ, कैसे अपना बाल्यकाल जीवन बीता, यही बता रहे हैं। जिसके रज में लोट लोट कर बड़े हुए हैं, रज माने പൊടിപടലങ്ങൾ, ലോട്ട് ലോട്ട് കർ ഉരുണ്ടു പെരണ്ട് കളിക്കുക, ജിസ്കെ രജ്മേം ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ ആരുടെ പൊടിയിലാണോ മുട്ടിട്ട് നിരങ്ങി ഉരുണ്ടു പെരണ്ട് കളിച്ചു വളർന്നു വന്നത്, കുടനോ കെ ബൽ സറക്ക് സറക്ക് കർ ബഡേ ഹുയേ ഹേ മുട്ടിട്ട് നീന്തി 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 അല്ലെങ്കിൽ സറക്ക് സറക്ക് കർ നിരങ്ങി നിരങ്ങി കടേ ഹുയേ ഹേ എഴുന്നേറ്റ് നിന്നത്, പരമഹംസ സമ ബാല്യകാൽമീം ഈശ്വര തുല്യമായ ആ ബാല്യകാലത്തിൽ സബ് സുഖപായി എല്ലാ സുഖവും ആരാണോ ഞങ്ങൾക്കു നൽകിയത്, ജിസ്കേ കാരൻ ധൂൽ ബരേഹി കഹലായി ആര് കാരണത്താലാണോ പൊടികളെ പോലും വൈരക്കല്ലുകൾ എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ളത്, ഹം ഖേലേ കൂതേ ഹർഷയുദ് എവിടെയാണോ ഞങ്ങൾ സന്തോഷത്തോടുകൂടി കളിക്കുകയും ചിരിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്തത്, ഹർഷയുദ് ഹർഷയുദ് മാനെ സന്തോഷമായിട്ട്, ജിസ്കി പ്യാരി ഗോദി മീം जिसकी प्यारी गोदी में हम हर्ष से या बहुत संतोष से खेले और कूदे रहते थे। हे मातृभूमि अलयो मातृभूमि तुझको निरख मग्न क्यों न हो मोद में। हे मातृभूमि तुझको निरख मग्न क्यों न हो मोद में अलयो मातृभूमि നിന്റെ ദർശനത്താൽ ആരും തന്നെ മതിമറന്ന് ലയിച്ചിരുന്നു പോകും. ഇതാണ് മൈഥിലി ശരണഗുപ്തജി രണ്ടാമത്തെ സ്റ്റാൻസയില് പറയുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മാതൃഭൂമിയിലാണ് കളിച്ചു ചിരിച്ചു വളർന്നത്. അദ്ദേഹത്തിന്റെ കാലിലും മുട്ടിലും മുഖത്തുമൊക്കെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിരുന്നുവെന്നും ആ പൊടിപടലങ്ങളെ വൈരക്കല്ലിന് സമാനമായിട്ട് ആണ് സങ്കല്പിച്ചിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. पाकर तुझसे सभी सुखों को हमने भोगा, पाकर तुझको सभी सुखों को हमने भोगा നിന്നിൽ നിന്ന് കിട്ടിയ മുഴുവൻ സുഖങ്ങളെയും ഞങ്ങൾ അനുഭവിച്ചു. അഥവാ നിന്നിൽ നിന്ന് അല്ലയോ ഭൂമിദേവി നിന്നിലൂടെ എല്ലാവിധ സുഖങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ എന്നെങ്കിലും ഈ ഉപകാരത്തിന് ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? കാരണം പാക്കർ തുജേ സഭി സുഖവും കോ ഹംനെ പോകാ എല്ലാ സുഖങ്ങളും മനുഷ്യന് വേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒരുക്കിത്തന്ന് വർഷങ്ങളായിട്ട് ഒരുക്കിത്തരികയും അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മാതൃഭൂമിയോട് മൈഥിലി ശരണഗുപ്തജി ചോദിക്കുകയാണ്, ഈ ഉപകാരങ്ങൾക്കൊക്കെ ഒരു പ്രത്യുപകാരം ചെയ്യുവാൻ മനുഷ്യരായ ഞങ്ങൾക്ക് എന്നെങ്കിലും സാധിക്കുമോ? തേരീ ഹി യഹ് ദേഹ് തുചീ സേ ബനി ഹുയി ഹേ എനിക്ക് ദാനമായി കിട്ടിയ ഈ ദേഹം അത് നിന്നെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. തേരീ ഹി യഹ് ദേഹ് തുചീ സേ ബനി ഹുയി ഹേ എന്റെ ഈ ദേഹം നിന്നാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. तेरी ही बस तेरे ही सुरसार से बनी हुई है കേവലം നിന്റെ രസത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. കവി ഇവിടെ പഞ്ചഭൂതങ്ങളെ പറ്റി പറയുകയാണ്.
മനുഷ്യന്റെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി ഇവ ചേർന്നാണ് മനുഷ്യന്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ രസത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ശരീരം. ഫിർ അന്ത് സമയ തൂഹി ഇസേ അജൽ ദേഖ് അപനായേഗി. അവസാന നിമിഷത്തിൽ ഈ ശരീരം നിന്നിലേക്ക് തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നു. ഹേ മാതൃഭൂമി യഹ അന്ത് തുച്മേ ഹി മിൽ ജായേഗി. അല്ലയോ മാതൃഭൂമി, ഈ ശരീരം ഇതിന്റെ അവസാനം നിന്നിലേക്ക് തന്നെ സമർപ്പിക്കപ്പെടുന്നു. कवि कहता है कि जिस मातृभूमि से हमारा जन्म होता है उसी में हमारा पालन पोषण होता है और अंत में उसी मिट्टी में हम मिल भी जाते हैं. हमारा ये शरीर पंचभूतों से बना है जो मृत्यु के बाद उस पंचभूत में भी मिल जाता है. यही सत्य को कवि इस पंक्तियों के द्वारा व्यक्त किया है. മാതൃഭൂമി നാമക് കവിത എഹം ഖതം ഹുവ. ഈ പദ്യം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സീരിയലിലെ അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.